എറണാകുളത്ത് ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലീമ നസ്രീൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ തോക്കുമായി ആളെത്തിയെന്ന സംശയം. പോലീസ് പരിശോധന തുടരുകയാണ്. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ പരിപാടി താൽക്കാലികമായി നിർത്തിവെച്ചു. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്യാം, ഈ സംശയത്തെ തുടർന്നാണല്ലോ ഈ പരിപാടി നിർത്തിവെക്കുകയും ഈ ഒരു പരിശോധനയിലേക്കും പോയത്. അങ്ങനെ സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടെത്താൻ അല്ലെങ്കിൽ ആരെയെങ്കിലും കസ്റ്റഡിയിലെടുക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഗോകുൽ, നിലവിൽ ഒരാളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. പരിപാടിയുടെ ചുമതലയുണ്ടായിരുന്ന സ്വകാര്യ ഏജൻസി, സുരക്ഷാ ഏജൻസി ജീവനക്കാരിൽ ഒരാളാണ് തോക്കിന്റെ പൗച്ച് ധരിച്ചുകൊണ്ട് ഒരാൾ ഈ പരിപാടിക്കുള്ളിലേക്ക് കടന്നു കയറിയതായി പോലീസിൽ വിവരം അറിയിച്ചത്. തസ്ലീമ നസ്രീൻ പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു ഇത്. നിരീശ്വരവാദികളുടെ പരിപാടിയാണ്. ഈ പരിപാടിക്ക് നേരത്തെ തന്നെ പോലീസ് ചില സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ബംഗ്ലാദേശി എഴുത്തുകാരിയായതിനാൽ അവർക്ക് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന് നേരത്തെ തന്നെ പോലീസ് സംഘാടകരെ അറിയിച്ചിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥലത്തെത്തുകയും പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരോടും പുറത്തിറങ്ങാനും അവരെ പരിശോധിക്കാനുമുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. കടവന്ത്ര പോലീസും മറ്റ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമാണ് സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. നിലവിൽ പരിപാടി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശികളുടെ സാന്നിധ്യം ഇന്ത്യയിൽ ഉള്ളതിനാലും തസ്ലീമ നസ്രീന് സുരക്ഷാ ഭീഷണി ഉള്ളതിനാലുമാണ് കർശന പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്യാം, ഇപ്പോൾ ഈ തസ്ലീമ നസ്രീൻ ആ വേദിയിൽ അല്ലെങ്കിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉണ്ടോ, അതോ അവരെ എവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ? നിലവിൽ പരിപാടി നടക്കുന്ന സ്ഥലത്ത് എഴുത്തുകാരി തസ്ലീമ നസ്രീൻ എത്തിയിട്ടില്ല. നിലവിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവരെയും പരിശോധിച്ച് സുരക്ഷാ ഭീഷണി ഇല്ലാന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമാകും പരിപാടി ആരംഭിക്കാൻ പോലീസ് ഇനി അനുമതി നൽകുക. ശരി, ബംഗ്ലാദേശി എഴുത്തുകാരിയായ തസ്ലീമ നസ്രീൻ പങ്കെടുക്കുന്ന യുക്തിവാദികളുടെ പരിപാടിയിലാണ് ഇത്തരത്തിലൊരു തോക്കിന്റെ പൗച്ചുമായി ഒരാൾ എത്തിയെന്ന സ്വകാര്യ ഈ സെക്യൂരിറ്റി ഏജൻസി ജീവനക്കാരന്റെ സംശയം, അദ്ദേഹത്തിന്റെ പരാമർശം. അതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസിന്റെ പരിശോധന. പരിപാടിക്കെത്തിയ ആളുകളെ മുഴുവൻ പുറത്തിറക്കി പരിശോധന നടത്തുകയാണ് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ. ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.